ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ ഫോട്ടോ. ഹലോ ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വീഡിയോ എന്താണെന്ന് ഓൾറെഡി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ എന്തായാലും തമ്മിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് എല്ലാവർക്കും കാണും നമ്മുടെ അത് ഏജിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിൽ നിൽക്കുന്ന കുറച്ച് കസിൻസ്. അപ്പം എനിക്ക് എൻ്റെ ഏജിലുള്ളൊരു കസിൻ ഉണ്ടായിരുന്നു. ഇവക്ക് 60 പഠിച്ചപ്പോൾ ആയി. ഞങ്ങൾ രണ്ടും ഒരു ദിവസമുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. അവൾക്ക് മാത്രമായി, എനിക്കായില്ല. അങ്ങനെ ഒരു വർഷം കാത്തിരുന്ന് 7th ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഇത്രയും പെട്ടെന്നൊന്നും ആവണ്ടായിരുന്നു. എനിക്കൊരു മാർച്ചിലായിരുന്നു ആയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കന്ന് എക്സാം ടൈമിലാണ് ആയത്. എക്സാമിന് 2 ദിവസം മുന്നേ, ഏതോ എക്സാമിന് 2 ദിവസം മുന്നേ ഭാഗ്യത്ത്. അപ്പം എനിക്ക് നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും, എന്തോ കഴിച്ചിട്ട് വയറ്റിൽ പിടിക്കാത്തതുകൊണ്ടായിരിക്കും എന്ന്. അങ്ങനെ രാവിലെ അമ്മയൊക്കെ ജോലിക്ക്, വീട്ടിൽ അമ്മയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഭയങ്കര വയറ് വേദന എടുക്കുക. അമ്മ വന്നാൽ അത് കുറച്ച് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി. അമ്മയൊക്കെ വന്ന് ഞാൻ വൈകുന്നേരം കുളിക്കാൻ പോയി 7:30. അപ്പോഴുണ്ട് ഞാനൊരു മിഡിയും ഒരു ബനിയനൊക്കെ ആയിരുന്നു ഇട്ടത്. പെട്ടെന്ന് ഞാൻ വീട്ടുകാരോട് അവർ ഇത്ര പെട്ടെന്നോ? കാരണം ഞാൻ അവരൊക്കെ വിചാരിച്ചത് എനിക്ക് 7-ലോ അല്ല 8-ലോ 9-ലോ ഒക്കെ എത്തിയിട്ടാവുള്ളൂ എന്ന്. ഒന്നാമത് ഞാൻ കുഞ്ഞല്ലേ, വേദനയൊക്കെ വന്ന് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വീട്ടുകാർ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര കുഞ്ഞിതാണ്. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. അതായത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫോട്ടോയാണ്. പക്ഷെ അന്ന് 7-ലായ സമയത്ത് ഞാൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ ഫോട്ടോ. 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഒരു ദിവസം, അതായത് വൈകുന്നേരം ഒരു 3-3:30 ആയി കാണും. സംഭവം എനിക്ക് പീരീഡ്സ് ആയത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് പെയിനും ഇല്ല, ഒന്നുമില്ല. ഇപ്പം പീരീഡ്സ് 7ാം ക്ലാസ്സിൽ നിന്നാണെങ്കിൽ എനിക്ക് പെയിനൊക്കെ വരുന്നത് ഒരു +1 ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോൾ അതും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ആയിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ മൊത്തം ബ്ലഡ്. അതെ. എന്നിട്ട് അടുത്തിരിക്കുന്നവരൊക്കെ അറിഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് കുറേ പിള്ളേരൊക്കെ, നമുക്കറിയാലോ പെൺപിള്ളേർ മൊത്തത്തിൽ ഇങ്ങനെ മറിഞ്ഞ് നിന്ന് അങ്ങനെ എന്നെ കൊണ്ടുപോയത്. എൻ്റെ അടുത്താണെങ്കിൽ പാഡ് പോലും ഇല്ല. എന്നിട്ട് അവിടെ നിന്ന് പാഡ് മേടിച്ച് 5 രൂപ എത്ര കൊടുത്താൽ പാഡ് കിട്ടും. അങ്ങനെ പാഡ് മേടിച്ച് അവിടെ നിന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഒരു ഇതിൽ ഒരു 8-ലോ 9-ലോ ഒക്കെ എത്തി, അല്ല 9 വേണ്ട, ഒരു 10-ലൊക്കെ എത്തിയിട്ടായാൽ മതി. എന്തിനാണ്? അതുമല്ല, വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് NCCൻ്റെ ക്യാമ്പ് ഉണ്ടാകും 10 ദിവസം. അങ്ങനെ ഞാൻ ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് എനിക്ക് പീരീഡ്സ് ആയതായിരുന്നു. അതായത് നമുക്ക് ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടുതലാവില്ല. അപ്പം അങ്ങനെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്തായാലും കയ്യിൽ പാഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ആയാലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ 10 ദിവസം ക്യാമ്പിന് പോയി. ക്യാമ്പിന് ചെന്ന് അവിടെ രാവിലെ എത്തി പരേഡും എല്ലാം ഉണ്ടാവും, നല്ല ഫുഡൊക്കെ കാണും. അപ്പം പരേഡിന് പോയി 2ാമത്തെ ദിവസം എനിക്ക് വീണ്ടും പീരീഡ്സ് ആയി. അങ്ങനെ ഒരു മാസത്തെ എനിക്ക് 2 പ്രാവശ്യമായി. എനിക്ക് തോന്നുന്നു ഞാൻ NCCൻ്റെ അവിടെ നിന്ന് ക്യാമ്പിന് പോകാൻ തുടങ്ങിയ 2ാമത്തെ ദിവസം തൊട്ട് വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടാണ് എനിക്ക് പീരീഡ്സ് നിന്നത്. ഓവറായിട്ട് ബോഡി ഇളകി പിന്നെയും പീരീഡ്സ് ആയി. പക്ഷെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊന്നും ആയില്ലായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ എക്സാമിൻ്റെ ഇടയിൽ രാവിലെ പോയി, എല്ലാവരും വാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആയെന്ന് പറഞ്ഞു. അവർക്കൊന്നും ഒരു അത്ഭുതം ഇല്ലായിരുന്നു, കാരണം അവർക്കൊന്നും ആയില്ലല്ലോ. അതിൻ്റെയൊക്കെ വിഷമം എനിക്ക് അവരുടെ മുഖത്ത് കാണാമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കൊരു 10th-ലൊക്കെ എത്തുമ്പോൾ ആവുള്ളൂ എന്ന്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പോലും, അമ്മ എന്നെപ്പോലെ മെലിഞ്ഞിരുന്നൊരാളാണ്. അപ്പം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് പോലും ആയത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും പെട്ടെന്നാവുമെന്ന്. പെട്ടെന്നൊക്കെ ആയെന്ന് പറഞ്ഞപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒന്നാമത് പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വളരുമല്ലോ. അപ്പോൾ എനിക്ക് കുറേ ഏത്തപ്പഴം വാങ്ങി തന്നു, കുറേ ചിക്കൻ, മുട്ട, നെയ്യ്, പഴമിട്ട് നെയ്യ് തീറ്റിച്ചു. എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ അതിലും കുറച്ചുകൂടെ ക്ഷീണിച്ചു പോയി എന്നല്ലാതെ എനിക്കൊരു മാറ്റവും വരുന്നില്ലായിരുന്നു. പക്ഷേ നമ്മോടൊപ്പം പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെ നമ്മൾ കാണുന്നതൊക്കെ ഇപ്പം ചെറുതാണ്, ഭയങ്കര കുഞ്ഞ്, നമ്മളെക്കാൾ കുഞ്ഞായിരിക്കും. ഇവരൊക്കെ ഒരു 2 മാസം ലീവ് ഉണ്ടാവുമല്ലോ, ലീവിന് പോയി വരുമ്പോഴത്തേക്ക് ഇവർക്ക് പീരീഡ്സ് ആവും. അങ്ങനെ ഈ 2 മാസം കൊണ്ട് ഇവർ നമ്മളെക്കാൾ വളരും, നമ്മളെക്കാൾ കുറച്ച് കളർ വെക്കും, തടിക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ഇരിപ്പുണ്ടാകും. ഞാൻ അമ്മ വീട്ടിലൊക്കെ നിൽക്കാൻ പോയി. അപ്പം അമ്മ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര മടി. എന്താ, ഞാൻ പാഡൊന്നും എടുത്തിട്ടില്ല. അപ്പം എനിക്ക് ഇവരോട് തുണി ചോദിക്കണമല്ലോ. അപ്പം എന്താ ഇങ്ങനെ തുണിയുണ്ടോ എന്താ, എനിക്ക് പറയാൻ ഭയങ്കര മടി എന്തോ. എന്നിട്ട് അവർക്ക് പറ്റുന്ന മനസ്സിലാവുമല്ലോ. അങ്ങനെ തുണിയൊക്കെ എനിക്ക് എടുത്ത് തരും. ഏതൊരു പ്രാവശ്യമായപ്പോൾ ഞാൻ പറഞ്ഞില്ല, പാഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെത്താനെ ഒരു കത്തിരിയൊക്കെ ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കുറേ നടന്നിട്ടായിരുന്നു. അതായത് രാവിലെയൊക്കെ
മഴയൊക്കെ നനഞ്ഞ് പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പകുതി ആളില്ലാത്ത വീടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അതിലെയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരൊറ്റ പോക്കായിരിക്കും. അതായത് സാധാരണ പോവുകയാണെങ്കിൽ ഒരു 10, 35, 40 മിനിറ്റ് കാണും നടക്കാൻ. ഞാനിത് നടന്നിരുന്ന് 25 മിനിറ്റ് കൊണ്ടെത്തും. അതായത് ബെല്ലടിക്കുന്നതിന് കുറച്ചൊക്കെ മുന്നേ ഞാൻ ഓടുക. ആ സമയം കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ എത്തുന്നത്. സ്റ്റോറി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ ഇത്തിരി സമയം ഉള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.